ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. അതിനുശേഷം വൊളാറ്റിലിറ്റി ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഓപ്പൺ ചെയ്ത് ഫ്ലാറ്റ് ആയിട്ടാണ്, ഇപ്പോഴും ട്രേഡ് ചെയ്യുന്ന ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ്. ജപ്പാനിലെ Q4 GDP അനൗൺസ് ചെയ്തിരുന്നു, ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതേസമയം ജപ്പാനിലെ Q4 GDP നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. എക്സ്പോർട്സും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് GDP ഉയരാനായിട്ട് കാരണമാക്കിയിട്ടുള്ളത്. പ്രൈവറ്റ് കൺസംഷൻ വളരെ താഴെയാണ്. അതുകൊണ്ട് തന്നെ ജാപ്പനീസ് മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെയില്ല. കഴിഞ്ഞ ആഴ്ചയിൽ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകൾ വെള്ളിയാഴ്ച വീക്കായിരുന്നു, പക്ഷേ വീക്ക് ടു വീക്ക് ബെറ്റർ ആയിരുന്നു. മെറ്റാ പ്ലാറ്റ്ഫോം പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്തിരുന്നു. യൂറോപ്പ് ബെറ്റർ ആയിരുന്നു. ചൈന, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ കഴിഞ്ഞ ആഴ്ച ബെറ്റർ ആയിരുന്നു. നമ്മൾ വീക്ക് ടു വീക്ക് താഴെയായിരുന്നു, വെള്ളിയാഴ്ചയും താഴെയായിരുന്നു. നല്ല വൊളാറ്റിലിറ്റിയാണ് നമ്മുടെ മാർക്കറ്റിൽ കണ്ടത്. കഴിഞ്ഞ ആഴ്ച കമ്മോഡിറ്റികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. ഗോൾഡ് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് നമ്മൾ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് വീണ്ടും ഗോൾഡ് മുന്നേറാണ്. ബാങ്ക് ഓഫ് അമേരിക്ക പോലുള്ള റിസർച്ച് ഹൗസുകൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത് ഗോൾഡ് $3,500 പെർ ഔൺസ് 2025 എൻഡ് ആകുമ്പോഴേക്കും ഉയരുന്നുള്ള ഒരു പ്രഡിക്ഷനാണ്. അതിനുശേഷം ഗോൾഡിൽ വീണ്ടും ഇന്നോട്ട് ബൈയിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോഴത്തെ ട്രെൻഡ് സൂചിപ്പിക്കുന്നത്. $2,912 പെർ ഔൺസാണ് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ്. അതോടൊപ്പം തന്നെ സ്പോട്ട് ഗോൾഡ് 2,890 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമ്മോഡിറ്റികൾ കോപ്പർ സ്ലൈറ്റ്ലി ബെറ്ററാണ്, സിങ്ക് സ്ലൈറ്റ്ലി ബെറ്ററാണ്, അതുപോലെ തന്നെ അലുമിനിയം ഒക്കെ സ്ലൈറ്റ്ലി ബെറ്ററാണ്. ഇനി നമ്മൾ താരിഫ് റിലേറ്റഡ് ഇഷ്യൂസ് നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയൻ അമേരിക്കയിൽ നിന്നുള്ള ഫുഡ് ഇമ്പോർട്ടിന്മേൽ താരിഫ് ഏർപ്പെടുത്തുന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അതിനുശേഷം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഫർദർ സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുള്ള ഏപ്രിൽ 2 മുതലുള്ള ഓട്ടോ താരിഫുകൾ, അതുപോലെ തന്നെ റെസിപ്രോക്കൽ താരിഫുകൾ, ഇതൊക്കെ ഓൾറെഡി മാർക്കറ്റ് ഓൾമോസ്റ്റ് ഡിസ്കൗണ്ടഡ് ആണ്. ഫർദർ ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് പലതും സീരിയസ് ആയിട്ട് വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു റിയാക്ഷനൊക്കെ നമുക്ക് മാർക്കറ്റിൽ കണ്ടേക്കാം. ചൈനീസ് ഡീപ് സീക്ക് വീണ്ടും പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. CODE-IO എന്ന് പറയുന്ന റീസണിങ്ങിന് വളരെ പ്രോംപ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതും വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ചൈനീസ് ടെക്നോളജി സ്റ്റോക്കുകളും മേൽ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ Q3 റിസൾട്ട് സീസൺ നമ്മുടെ അവിടെ അവസാനിച്ചിരിക്കുകയാണ്. മെജോറിറ്റി റിസൾട്ടുകളും ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. പക്ഷേ Q4 ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും എന്നുള്ളൊരു ഇൻഡിക്കേഷനൊക്കെ ഉണ്ട്. എന്നിരുന്നാലും പൊതുവേ Q3 ഒരു ഇമ്പാക്റ്റ് സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. കഴിഞ്ഞ ആഴ്ചയിൽ വന്നിട്ടുള്ള റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഗ്ലെൻമാർക്ക്, സംവർദ്ധന, മദർസൺ, സുമി, ഈ റിസൾട്ടുകളൊക്കെ വെള്ളിയും ശനിയായിട്ട് വന്നിട്ടുള്ള റിസൾട്ടുകളൊക്കെ സ്ലൈറ്റ്ലി ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ സെയിൽ $800 മില്യൺ റെയിൽ ട്രാക്ക് പ്ലാന്റ് ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ സീമെൻസിൻ്റെ ഡീമർജർ അനൗൺസ്മെൻറ്റ് റെക്കോർഡ് ഡേറ്റ് ചെയ്ത ദിവസം വന്നേക്കാം. മിതാനി പോസിറ്റീവ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മിതാനി ഓൾറെഡി PSU റിലേറ്റഡ് സ്പെഷ്യാലിറ്റി മെറ്റൽസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ പോസിറ്റീവ് ന്യൂസ് പ്ലസ് ഉള്ളൊരു കമ്പനി വെൽസ്പൻ ലിവിങ് ആണ്. അതുപോലെ തന്നെ ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക്സ് ധാരാളം ഓർഡേഴ്സ് കഴിഞ്ഞ മാസമൊക്കെ ബാഗ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. അതുപോലെ തന്നെ ധാരാളം ഡിഫൻസ് ഓർഡേഴ്സും എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കമ്പനിയാണ്. അപ്പോൾ HFCLനെ സംബന്ധിച്ച് വേഴ്സ്റ്റ് സീംസ് ഓവർ. ഈ ഫാളിൽ നല്ലൊരു ഫാളാണ് HFCL സ്റ്റോക്ക് പ്രൈസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ റിക്കവർ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതുപോലെ തന്നെ മറ്റ് പോസിറ്റീവ് ന്യൂസ് ലോസ് ഉള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ ടാറ്റ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ LG എക്യുപ്മെൻറ്റ്സ്, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ പോസിറ്റീവ് ന്യൂസ് ലോസ് ഉള്ള കമ്പനികളാണ്. ടെക്സ്മാക്കോ റെയിൽ, അതുപോലെ തന്നെ റിലയൻസ് സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസ് ഉണ്ട്. ഒരുപക്ഷെ റിലയൻസ് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്തേക്കാം. M&M അവരുടെ പുതിയ 2 EVകൾ ഹ്യൂജ് ബുക്കിംഗ് ആണ് ആദ്യത്തെ ദിവസം നേടിയിരിക്കുന്നത്. 30,000 വണ്ടികളാണ് 2 SUVകളും EV SUVകളും നേടിയിരിക്കുന്നത്. M&Mനെ സംബന്ധിച്ചത് പോസിറ്റീവ് ന്യൂസാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്സൊക്കെ കാണാനുള്ള
വരാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് US താരിഫിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റുള്ള സ്റ്റോക്കുകളാണ് ഹിൻഡാൽക്കോ, അതുപോലെ തന്നെ JSW സ്റ്റീല്, അതുപോലെ തന്നെ US പ്ലാന്റുകളുള്ള കമ്പനികളുടെ സ്റ്റോക്കുകളിലൊന്നും കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഫർദർ കാണാൻ സാധ്യതയില്ല. എന്നിരുന്നാലും ഓവറോൾ മാർക്കറ്റ്, ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ചുള്ള റിയാക്ഷനൊക്കെ കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നിഫ്റ്റി മേജർ സപ്പോർട്ട് ഇപ്പോൾ നിൽക്കുന്നത് 22,800, 22,775 ലെവലിലൊക്കെയാണ്. ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ 22,600, 22,400 വരെ വന്നേക്കാം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് അറ്റ് എവരി ഫാളിൽ 4 ട്രാഞ്ചസ് ആയിട്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് സ്റ്റോക്കുകൾ ഫർദർ ബൈ ചെയ്യുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ 4 ഘട്ടമായിട്ട് വാങ്ങുന്നത് നന്നായിരിക്കും. മാർച്ച് ഏപ്രിലിന് ശേഷം നമ്മുടെ മാർക്കറ്റ് റിക്കവർ ചെയ്യാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. കാരണം നമ്മളൊരു ഡൊമസ്റ്റിക് കൺസംഷൻ ഡ്രിവൺ എക്കണോമിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് മറ്റ് താരിഫുകളോ അതുപോലെ തന്നെ മറ്റ് പുതിയ റെസ്ട്രിക്റ്റീവ് മെഷേഴ്സൊന്നും തന്നെ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ലോങ് ടേമിൽ ഉണ്ടാക്കാൻ സാധ്യതയില്ല. അപ്പോൾ വളരെ കോഷ്യസ് ആയിരിക്കുക. ബിഹേവിയറൽ ബയാസസിൽ അടിമപ്പെടാതെ പേഷ്യൻസ് കീപ്പ് ചെയ്തുകൊണ്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ തങ്ങളുടെ പൊസിഷൻസ് കീപ്പ് ചെയ്യാനും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഗ്ലോബൽ ഇവൻറ്റ്സ് വളരെ കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.